പറഞ്ഞപ്പോൾ അപ്പോൾ അതെന്നറിയാം എൻ്റെ അടുത്ത് കൊടുക്കാനൊന്നുമില്ല, എനിക്ക് ജോലിയില്ല, ഒന്നുമില്ല, എൻ്റെ സാഹചര്യമെല്ലാം ഞാൻ അച്ഛനോട് പറഞ്ഞായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞു നോക്ക് എന്തെങ്കിലും പൈസ ഉണ്ടാകുമ്പം തന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ പിന്നീട് ഞാനൊരു 1500 രൂപ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ അനാഥ മന്ദിരമാണല്ലോ, കുട്ടികൾക്ക് വേണ്ടി ഒരു ചെറിയ സംഭാവന ഞാൻ ചെയ്തിട്ടുണ്ട്. അല്ലാതെ കൂടുതലൊന്നും എനിക്ക് മൊത്തം തിരിച്ചു കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. പിന്നീട് ബോംബെയിലായി, പിന്നെ ഞാൻ ഗൾഫിൽ പോയി, അത് കഴിഞ്ഞ് തിരിച്ചു വന്നു. പിന്നീടാണ് 1993 ഞാൻ സ്കൂളിൽ ജോലിക്ക് കയറുന്നത്. അതിനുശേഷം പിന്നീട് എൻ്റെ പഴയ ഭക്തിയൊക്കെ തിരിച്ചു വന്നു, ഗുരുവിനെ കിട്ടി. പിന്നീട് വെച്ചടി കയറ്റമാണ്. സാമ്പത്തികമായിട്ടല്ല, ആത്മീയമായിട്ട് നമ്മുടെ മനസ്സാണ് ഉയർന്നത്. നമ്മുടെ സാമ്പത്തികം അന്നും ഇന്നുമൊക്കെ എല്ലാം കണക്കാണ്. അപ്പൊ അങ്ങനെ വന്നിട്ട് 1994 അയ്യപ്പച്ചേട്ടനെ പരിചയപ്പെട്ടു. ഞങ്ങളുടെ കല്യാണം 1998 പിന്നെ 2019 കൊറോണ വരുന്ന സമയത്ത്, അതിന് മുന്നേ തന്നെ ഭഗവാൻ എന്നെ ട്രാക്ക് മാറ്റി. കാരണം 26 വർഷം ഞാൻ ടീച്ചിങ്ങിൽ കംപ്ലീറ്റ് ആക്കി. അതായത് 1993 മുതൽ 2019 വരെ ഞാൻ ടീച്ചിങ്ങിലായിരുന്നു. അതിന് 26 വർഷം. എനിക്കൊരു 26ന്റെ കണക്കുണ്ട് കേട്ടോ. അത് ഭയങ്കര ഒരു സംഭവമാണ് 26. പിന്നെ 2026 വരുന്നത്. അത് വളരെ സൂക്ഷിക്കേണ്ട ഒരു വർഷമാണ്. എന്റെ ജീവിതത്തിൽ 26 വയസ്സായപ്പോഴാണ് എന്റെ ജീവിതത്തിലെ സർവനാശം സംഭവിച്ചത്. അതുകൊണ്ട് 2026 എല്ലാവരും സൂക്ഷിക്കണം. ഭക്തന്മാർക്കൊന്നും പ്രശ്നമില്ല, അല്ലാത്തവർക്കാണ് പ്രശ്നം. എന്തായാലും ഒരു 26 വർഷം ഞാൻ കംപ്ലീറ്റ് ആക്കി. 1993 മുതൽ 2019 വരെ കണ്ടിന്യൂസ് ആയിട്ട് 26 വർഷം ഞാൻ ടീച്ചിങ്ങിലുണ്ടായിരുന്നു. 16 വർഷം സ്കൂളിൽ ജോലി ചെയ്ത്, ബാക്കി സമയം വീട്ടിലെ ട്യൂഷൻ എടുക്കുമായിരുന്നു. ട്യൂഷൻ സെന്റർ ആയിരുന്നു, മഹാഗുരു വിദ്യാലയം. അങ്ങനെ ഇരുന്നപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് തോന്നി ഇനിയിപ്പം ട്യൂഷൻ അങ്ങ് ബോറായി, എനിക്ക് ഇനി വേറൊരു കുറെ കൂടെ ശാന്തി കിട്ടുന്ന ഒരു ജോലി വേണം. കാരണം ട്യൂഷനിലെ പിള്ളേരുടെ ബഹളം, ഒരുപാട് സ്കൂളിലെ ഒത്തിരി പിള്ളേരെ പഠിപ്പിക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷനുള്ള പരിപാടിയാണ്. കാരണം ഒരു സ്കൂളിലെ കുട്ടി ഒന്നല്ല, 5ാം ക്ലാസ് എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിലെ ബാഗൂർ നഗർ വിദ്യാലയ, MTS, സെന്റ് തോമസ്, വിവേക് വിദ്യാലയ, ഇങ്ങനെ ഒരു 4-5 സ്കൂളിലെ പിള്ളേരായിരിക്കും ഒരു ക്ലാസ്സിലിരിക്കുന്നത്. അവർക്ക് പല സിലബസ് ആയിരിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ മാനേജ് ചെയ്ത് എനിക്ക് ഭയങ്കര വട്ടുപിടിക്കുന്ന പോലെ വന്നു. ഇപ്പൊ എനിക്കൊരു ജോലി മാറണമെന്ന് തോന്നി. ഞാൻ 2019 ജൂലൈ തന്നെ ഞാൻ കെയർ ടേക്കർ പണിയിലേക്ക് വന്നു. ആദ്യം കുഞ്ഞുങ്ങളെ നോക്കുന്ന പണി. എനിക്ക് പിള്ളേരെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കുഞ്ഞിനെ നോക്കുന്ന പണിയായിരുന്നു. കുഞ്ഞിനെ നോക്കുന്ന പണിയിൽ നിന്ന് ആ സമയത്താണ് കൊറോണ വരുന്നത്. പിന്നീട് ട്യൂഷൻ എടുക്കണമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം സ്കൂളെല്ലാം പൂട്ടി, ടീച്ചർമാർക്ക് പണിയില്ല, ട്യൂഷൻ ആരും എങ്ങും പോകുന്നില്ല. അപ്പൊ അതിന് 6 മാസം മുമ്പ് തന്നെ ഭഗവാൻ എന്റെ ട്രാക്ക് മാറ്റി തന്നു. കാരണം ആ ഒരു ട്രാക്കിൽ വന്നുകൊണ്ടാണ് എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മുടെ കുടുംബം പട്ടിണിയായി പോയി. അന്ന് മക്കളൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. അയ്യപ്പച്ചേട്ടനാണ് ഡ്രൈവറാണ്. അദ്ദേഹത്തിന് വേറെ ജോലിയൊന്നും അറിയത്തുമില്ല, എക്സ്ട്രാ ജോലിയൊന്നും. എനിക്കന്ന് തയ്യൽ അറിയാം, ഒരുപാട് പണി അറിയാം. പക്ഷേ അതൊന്നും ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യമല്ലായിരുന്നു. ഈ കെയർ ടേക്കറി വന്നു കഴിഞ്ഞാൽ 12 മണിക്കൂർ, 12 മണിക്കൂർ അല്ലെങ്കിൽ 24 മണിക്കൂർ. അപ്പൊ ആദ്യം 12 മണിക്കൂറാണ് ചെയ്തത്. പിന്നീട് വന്നപ്പം ഈ യാത്രയൊക്കെ വളരെ ബുദ്ധിമുട്ടായപ്പോൾ 24 മണിക്കൂർ നോക്കി. അങ്ങനെ 24 മണിക്കൂർ ആകുമ്പോൾ നമുക്ക് ഡബിൾ സാലറി ഉണ്ട്, നമുക്ക് ഓടി നടക്കണ്ട, വീട്ടിൽ താമസിക്കാൻ ഭക്ഷണം എല്ലാം കിട്ടും. എല്ലാം കഴിഞ്ഞിട്ടാണ് ശമ്പളം. അങ്ങനെയാണ് പിന്നെ ഇപ്പം കഴിഞ്ഞ ഒരു 5 വർഷമായിട്ട് ഇത് താമസിച്ചുകൊണ്ട്